ഇമ്പോർട്ടന്റ് ടൈം, ക്രീം ഓഫ് ദ ടൈം ദൈവത്തിന് കൊടുക്കും. ആരോഗ്യമുള്ള സമയം, ഫ്രഷ് ആയ സമയം. ചടങ്ങിലൊന്നും വിശ്വസിക്കരുത്. ചടങ്ങിലൊന്നും വിശ്വസിക്കരുത്. കുളിച്ച് ഫ്രഷായി പ്രാർത്ഥിക്കാൻ പോയി ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ഉറക്കം വരികയാണ് പകരുന്ന ഏറ്റവും നല്ല സമയം ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും മികച്ചത് ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ അടുത്ത നമ്മളെ പിശാച് പറഞ്ഞിരുന്നത് എന്നാണെന്നറിയോ? ഓക്കെ, രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷെ പകൽ ഫ്രീ ആയിരുന്നു. നോക്കിയ പകൽ ഫ്രീ ആയിരുന്നു. അതിന് മുകളിലോട്ട് നോക്കി 29-ാം മാസം. അപ്പോൾ അവനെ സന്ദർശനം ആ പകൽ മുഴുവൻ. വൈകിട്ട് എന്നാ വെച്ചിരുന്ന റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ രോഗികൾ ഇങ്ങോട്ട് അതിനെല്ലാം കൈകാര്യം ചെയ്ത് വന്നപ്പോൾ ഒരു സമയം വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റും. കർത്താവ്, ഞങ്ങൾ ബിസി ഷെഡ്യൂളാണ്, നിനക്കറിയരുത്. കർത്താവ് പറയുമ്പോനെ എന്നെ നീ നോക്ക്, എനിക്ക് അതിൽ കൂടുതൽ ബിസിയാണ്. എനിക്ക് ഭയങ്കരമായൊരു സംശയം, കർത്താവ് നിനക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടായിട്ടല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി. നാം അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ നമുക്കൊരു മാതൃക ഉഴപ്പരുത്, പ്ലീസ്. സോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നാം സമയം പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കണമെന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വിനയത്തോടെ പ്രബോധിക്കും. നിങ്ങളുടെ സമയത്തിൻ്റെ ഒന്നാം ഭാഗം ഇമ്പോർട്ടൻ്റ് പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കണം. ഈ സമയത്തൊക്കെ യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യണം. ശുശ്രൂഷ ചെയ്യുന്നവന് ചാർജ് വേണം. ലോകത്തിൽ ജഡം പിശാചിനോട് മല്ലടിക്കുന്ന നമുക്ക് ദൈവശക്തി വേണം. ദൈവശക്തിയില്ലാതെ വിശുദ്ധ ജീവിതം സാധ്യമല്ല. ദൈവശക്തിയില്ലാതെ പാപത്തെ ജയിക്കാൻ കഴിയില്ല. ദൈവശക്തിയില്ലാതെ ആത്മനിർഭർ നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമയം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒന്നാം സമയം പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്നതിൽ അല്പം കൂടെ ശ്രദ്ധിക്കാമോ? രണ്ടാമത്തെ ജംഗ്ഷനിൽ നിൽക്കുക, കണ്ണുകൾ അടച്ചാട്ടെ. ന്യായീകരണങ്ങൾ ഇനി ഞാൻ പറയുകയെന്ന് പറ കർത്താവ്. യേശുവാണ് നമ്മുടെ മാർഗ്ഗം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കാൻ ഞാൻ വീണ്ടും സമർപ്പിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഭാഗമാണ് ചിന്തിച്ചത്. ധൃതി പിടിക്കണ്ട, ഓടിയാൽ ഒരിടത്ത് എത്തുകയില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സെ കയറിയിട്ട് ഒരു മനുഷ്യൻ ധൃതി പിടിച്ചാൽ ഓടിച്ചുണ്ടാകും. ചേട്ടന് സീറ്റ് കിട്ടിയില്ലേ? അല്ല കിട്ടി, പിന്നെ എന്നാ എനിക്ക് ചില ധൃതിയുണ്ടോ? ഡൽഹി ചെന്നിട്ട് അത്യാവശ്യമുണ്ടോ? എന്നാ വെറുതെ ഓടണ്ട, വെറുതെ ഒന്നും ഓടണ്ട, ഒന്നും നടക്കില്ല. എന്തുകൊണ്ട് ബാലൻസ് ഈ ഓടി. സ്റ്റോപ്പ്, ലിസൺ, ദെൻ പ്രോസസ്. എന്തിനാ വെറുതെ ഓടുന്നത്? ഒന്നും നേടുകയില്ല. എൻ്റെ പാസ്റ്ററെ പിള്ളേരെ ഓർത്തിട്ടാണ് ഞങ്ങൾ എൻ്റെ പിള്ളേരെ പറ്റി സ്പീഡ് കൂടരുത്. സ്പീഡ് കൂടി അടുത്ത വളവിൽ മറി. നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോൾ കാണാം ചില പിള്ളേരിങ്ങനെ ഒരു കാറ്റ് മാത്രം കേൾക്കും. അധികം താമസിക്കാതെ കൊക്കെ കിടപ്പുണ്ടാവും. നേരെ മെഡിക്കൽ കോളേജ്, കോട്ടയത്ത് നിന്ന് ബസ് പുറപ്പെടുന്നു പറയുന്നു, പ്രൈവറ്റ് ബസ്സിലെ ഓർഡർ വിളിച്ചു, നേരെ മെഡിക്കൽ കോളേജ്, നേരെ മെഡിക്കൽ. കുറെ ദൂരം ചെന്നപ്പോ ഈ വണ്ടി മറിഞ്ഞു. എല്ലാത്തിനും മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടു. ഒരുത്തരം അവിടെ കിടന്നിട്ട് പറയും, ഇപ്പോഴാ 15 ബസ്സിൽ
ഇവ കുറെ നാളായി ബസ് സ്റ്റാൻഡിൽ കിടന്ന് പറയുന്നുണ്ട് നേരെ പിടിക്കും. ഇപ്പഴാ പിടിയിട്ട് സ്പീഡ് കൂട്ടരുത്. സ്പീഡ് കൂട്ടരുത്. തമാശ ഒന്നും പറയാൻ വന്നതല്ല. ഉറങ്ങാതിരിക്കാൻ ഓരോ ലളിതമായ ഫലിതം പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഗൗരവമുള്ള കാര്യം. ഓടണ്ട, ഒന്നും നേടാൻ പോണില്ല, ഒന്നും നേടാൻ പോണില്ല, ഒന്നും നേടാൻ പോണില്ല. ദൈവത്തെ കാത്തിരിക്കുക, ദൈവമുഖം അന്വേഷിക്കുക. ഒന്നും നേടാൻ പോണില്ല. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ ഉൾപ്പിരിവുകൾ പറയാം. എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, എൻ്റെ ബുദ്ധിശക്തി നിലനിൽക്കാൻ വേണ്ടി, ഓർമ്മശക്തി നിലനിൽക്കാൻ വേണ്ടി, കണ്ണിന് കാഴ്ച, ചെവിയുടെ കേൾവി, പിന്നെ അവയവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സമയം ഇല്ലാത്തതുകൊണ്ടാണ് മൊത്തത്തിൽ അങ്ങ് വിടുന്നത്. സമയമുണ്ട് എല്ലാം പറഞ്ഞു വന്നേ. കർത്താവ് ഈ ലിവർ നമ്മൾ കണ്ടിട്ടില്ലേ ഈ സംഭവം, പടത്തിലേ കണ്ടു. അവൻ എന്തൊരു ജോലി നടക്കണം ചെയ്യും. ഹാർട്ട് എല്ലാ വിഷയത്തിലും കുറെ കഴിഞ്ഞ് ഓപ്പി ചെയ്യുന്നില്ല. ഇതെല്ലാം ഓർത്ത് സ്വതന്ത്രം ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഭക്തന്മാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കിഡ്നി എന്ന് നമ്മൾ കണ്ടിട്ടില്ല. സ്വതന്ത്രം ചെയ്യും, ഫംഗ്ഷൻ ചെയ്യുന്നതിനായിട്ട്. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആദ്യമായിട്ട് വേദന വന്നു. കറക്റ്റ് കാര്യം പറയും. എവിടെയാണ് നമുക്ക് അത്രയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു ചെറിയ പെയിൻ വന്നു. അപ്പോൾ മനസ്സിലായി. അപ്പം വേദന വരുന്നതിന് മുമ്പ് സംഭവങ്ങളെല്ലാം ഓർത്താണ് സ്വതന്ത്രം ചെയ്തു. ടൂൾസ് എല്ലാം ദൈവം തന്നിട്ടുള്ള എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടായിട്ടാവുന്നിരിക്കുന്നത്. എന്നാ വർക്കാണ് നടക്കുന്നത്. ഈ ബ്ലഡൊക്കെ മാറ്റി വെക്കുന്ന ഉണ്ടല്ലോ, കിഡ്നി കംപ്ലൈൻ്റ് ഉള്ളവർ, പിന്നെ പെയിനാ എന്നാ ചിലവാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കില്ലേ ആ കാര്യം. സ്വതന്ത്രം ചെയ്യണ്ടേ? എന്നാ പവർഫുൾ വീഡിയോ ക്യാമറയായി പിടിപ്പിച്ചിരിക്കും. ഇത് ഒരു മിനിറ്റിൽ, ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എത്ര GB ഉള്ള കാർഡായിരിക്കും നമുക്ക് ഈ വെച്ചിരിക്കും. നിങ്ങൾ 15ാമത്തെ വയസ്സിൽ കണ്ട സംഭവങ്ങൾ ഓർമ്മയിപ്പിക്കും. പടത്തിനകത്തുണ്ട്. പുറത്തേക്ക് എടുക്കാനുള്ളൊരു വയറ് കണ്ടുപിടിച്ചാൽ പ്രിന്റ് എടുക്കാൻ മാത്രം പറ്റുന്നില്ലെന്നേ ഉള്ളൂ. സ്കൂളിൽ പഠിച്ച പാടി പിടി കൂടി ഇതെല്ലാം ഫോട്ടോ കിടപ്പില്ലേ പുറത്തു പോയി. സകല ഫോട്ടോ നല്ല ക്ലാരിറ്റി എന്നറിയാം. അപ്പം എന്നാ മെഗാപിക്സലായി സാധനം. ഇത് ചുവ ഫംഗ്ഷൻ ചെയ്യുന്നതിന് സ്വതന്ത്രം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ചുമ്മാ നടന്നോളൂ. ചുമ്മാ നടക്കുക, ചുമ്മാ നടക്കുക. ദൈവത്തിന് നന്ദി പറ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവയവങ്ങളെല്ലാം പറഞ്ഞ് സ്വതന്ത്രം ചെയ്യും. അസ്ഥികൾക്ക് വേണ്ടി സ്വതന്ത്രം ചെയ്യും, ഞരമ്പുകൾക്ക് വേണ്ടി സ്വതന്ത്രം ചെയ്യും. കർത്താവേ ചുവനരെ നടക്കാൻ ആവശ്യം. നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പറയണം. തീർന്നില്ല. എൻ്റെ ഭാര്യ, അപ്പൻ, അമ്മ, മക്കൾ, അടുത്ത ബന്ധുക്കൾ, ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ, ഫാമിലി, നീ നിനക്ക് വേണ്ടി എന്നുള്ളതിനകത്ത് ഇതെല്ലാം വരും. ബന്ധുക്കളുടെ എല്ലാ പേര് പറഞ്ഞ് സ്വതന്ത്രം ചെയ്യാൻ സമയമുണ്ടോ? റിലേറ്റീവ്സിന്റെ മുഴുവൻ പേര് പറഞ്ഞ് സ്വതന്ത്രം ചെയ്യാൻ സമയമുണ്ടോ? കല്യാണം വെച്ചാൽ ആരെയൊക്കെ വിളിക്കും പുറത്തേക്ക്. അവർക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കണം. അത് കല്യാണത്തിന്റെ സമയത്ത് ആ കാര്യം ഓർക്കുന്നു. ഫാമിലിയിലുള്ള മുഴുവൻ പേർക്കും വേണ്ടി പ്രയർ ലൈഫ് ഒന്ന് പൊളിച്ച് പണിയണം.